ஊஞ்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. അഞ്ജു, ഞാൻ അന്നങ്ങനെ. അഞ്ജു പ്ലീസ് നിക്ക്, ഞാനൊന്ന് പറയട്ടെ. കണ്ണാ, നീ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അതെ, അവക്ക് കുറച്ച് സമയം കൊടുക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ അവളിത് കേട്ടെ. അതിന്റെ ഷോക്കാ. ആകാശേട്ടൻ പറഞ്ഞത് ശരിയാ. ഇപ്പൊ നീ അവളുടെ അടുത്തോട്ട് ചെന്നാ അവൾ എന്തൊക്കെയാ പറയാന്ന് അവക്ക് പോലും അറിയില്ല. അവളുടെ മൈൻഡ് ഒട്ടും ശരിയല്ല. കുറച്ച് സമയം കൊടുക്ക്, എല്ലാം റെഡിയാവും. എന്നാലും നീ എങ്ങനെയാ കണ്ണാ? ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ പിന്നെ അവളുടെ കാര്യം പറയണോ? പറ്റിപ്പോയി. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അതവളാണെന്ന്. ഒരാഴ്ച മുന്നെയാ ഞാൻ ഈ കാര്യം അറിയുന്നേ. ഏതായാലും നീ ചെയ്തത് തെറ്റാ. അത് അവളല്ലെങ്കിൽ പോലും ഒരാളോടും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതറിയാം, എന്ത് ചെയ്യാനാ, തെറ്റു പറ്റിപ്പോയി. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? നീ വിഷമിക്കണ്ട. കുറച്ച് സമയം എടുത്താലും എല്ലാം റെഡിയാവും. അവളെ നോക്കിയാവട്ടെ. അപ്പോ അവള് തന്നെ തന്നോട് സംസാരിക്കും. ഓക്കെ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ ആകാശേട്ടാ? ഒത്തിരി ലേറ്റ് ആവാൻ നിൽക്കണ്ട. ഹാ, പോവാം. നീ എന്നാ അഞ്ജുനോട് പറഞ്ഞിട്ട് വാ. വേണ്ട, ഇപ്പോ അവൾ ഒറ്റക്ക് വിടുന്നതാ നല്ലത്. നമുക്ക് പോവാം. എന്നാ ഓക്കെ. കണ്ണ, അങ്കിൾ, ഞങ്ങൾ ഇറങ്ങുവാ. പിന്നെ കാണാം. ബൈ. ആഹാ, ഇത് ആരൊക്കെയാ? നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി. ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അത് ശരി. അല്ല മോളെ, മോക്കിപ്പോ എങ്ങനെയുണ്ട്? അഞ്ജുവിനെ പോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇല്ല ആന്റി, ഇപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ? ഇല്ലെങ്കിൽ വാ, കഴിച്ചിട്ട് പോവാം. ഞങ്ങള് കഴിച്ചിട്ടാ വന്നേ ആന്റി. ഒന്നും വേണ്ട. മോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ തന്നെ പോകുന്നു അങ്കിൾ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? യാ ആന്റി, അങ്കിൾ, എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങുവാ. പിന്നൊരു ദിവസം വരാം. ഓക്കെ മോനെ, സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. മോനെ കാർത്തി, നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചോ? ഹാ, കഴിച്ചു ആന്റി. മോളോ? അവള് വല്ലതും കഴിച്ചായിരുന്നോ? ഹാ, അവളും കഴിച്ചല്ലോ. ഓ, ഇന്നവിടെ നേരത്തെ കണ്ടോ? ഇവിടെ ഒന്നും കാണുന്നില്ല. അവൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ റൂമിലോട്ട് പോവേ. അത് ശരി. എന്നാ ഓക്കെ, മോൻ പോയി കിടന്നോ. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. എന്തടക്കണ നീ ആലോചിച്ച് കൂട്ടുന്നേ? അത് പിന്നെ ഞാൻ എങ്ങനെയാ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? അവര് പറഞ്ഞ പോലെ കുറച്ച് സമയം കൊടുക്ക്. അപ്പം എല്ലാം ശരിയാവും. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ചെല്ല്, പോയി കിടക്ക്. എനിക്കെന്തോ ഈ കാരണം കൊണ്ട് അഞ്ജുവിനെ നഷ്ടമാവുന്നൊരു പേടി. കണ്ടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട. നീ പോയി കിടന്നേ. ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. ഇവളിതെവിടെ പോയി? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇനി വാഷ്റൂമിലെങ്ങാനോ? ഇവിടെയും ഇല്ലല്ലോ. പിന്നെ അവളിതെവിടെ പോയി? ഇതെന്താ പതിവില്ലാതെ മോളിവിടെ? എന്ത് പറ്റി? എനിക്കെങ്ങനെ അറിയാനാ? ഞാനിപ്പോഴാ കാണുന്നേ. അഞ്ജു മോളെ, അഞ്ജു എണീറ്റ്. നീ എന്താ മോളെ ഇവിടെ? ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ. എന്താ പറ്റിയ നിനക്ക്?
എന്ത് പറ്റാൻ? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കിടക്കാനൊരു കൊതി, അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. അത് ശരി, നിന്നോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞോടി? ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ. അല്ല അഞ്ജു, അപ്പൊ കണ്ണനോ? അവൻ ഒറ്റക്ക് കിടക്കുവോ? ആ, ചെറിയച്ഛൻ്റെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാ ഓക്കെ, നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആൻറ്റി, മോന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെറിയച്ഛൻ്റെ കൂടെ കിടക്കാന്ന് പറഞ്ഞിട്ട് മോൻ ഉറക്കം വരുന്നില്ലേ? ചെറിയച്ഛൻ്റെ കൂടെ? അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞു? എനിക്ക് മനസ്സിലായി, അവളില്ലാത്തോണ്ട് മോനക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ? അഞ്ജു അവളതവിടെ പപ്പയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. സോ എൻ്റെ ഗസ്സിങ് തെറ്റിയില്ല, അവളിവിടെ ഉണ്ടായിരുന്നു. മോനെന്താ ആലോചിക്കുന്നേ? എന്ത് പറ്റി? ഒന്നുമില്ല ആൻറ്റി, ഞാൻ അഞ്ജു ഉറങ്ങിയോന്ന് അറിയാൻ വന്നതാ. അവക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇതുവരെ അവക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായാ മോനെ വിളിക്കാം. മോൻ ചെല്ല്, സമയം ഒരുപാടായില്ലേ, പോയി കിടന്നു. എന്താ കണ്ണാ, നിനക്കൊന്നും ഉറക്കൂല്ലേ? എന്താ പറ്റി? എന്താ കണ്ണാ, എന്താ പറ്റി? ഞാൻ എങ്ങനെയാ ഉറങ്ങുക? അവളവിടെ ഇല്ല. അവളവിടെ ഇല്ലെന്നോ? പിന്നെ അവിടെ പോയി? നീ എന്ത് തേങ്ങയായി പറയുന്നേ? ഞാൻ പറഞ്ഞത് അവൾ റൂമിലില്ലാന്ന്. അങ്കിളിൻ്റെ ആൻറ്റിയുടെയും കൂടെ കിടക്കാൻ പോയി. ഓ അതാണോ? ഇത് വലിയ സംഭവമൊന്നുമല്ല കണ്ണാ. എല്ലാ കപ്പിൾസിൻ്റെ ഇടയിലും ഈ പിണക്കൊക്കെ പതിവാ. അവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ? നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, വാ ഇവിടെ കിടക്കും. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒപ്പം കിടക്കാം. എത്ര കാലമായടോ ഞാനും നീ ഒപ്പം കിടന്നിട്ട്. ഇങ്ങ് വന്നേ. ഇനി ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ ഇങ്ങ് വാ കണ്ണാ, എനിക്ക് ഉറക്കം വരുന്നു. മോളെ, കാർത്തി എവിടെ? ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൻ പോയല്ലോ, നീ കണ്ടില്ലേ? ഇല്ല, എങ്ങോട്ടാ പോയേ? ഹരി ഇന്ന് നാട്ടിലോട്ട് പോവാ, സോ സ്റ്റേഷനിലോട്ടാക്കാൻ പോയതാ. അത് ശരി. ഈ കണ്ണനൊരു പാവ അല്ലേ? ഇന്നലെ രാത്രി അഞ്ജുവിനെ അന്വേഷിച്ച് വന്നിരുന്നു. അവൾ ഉറങ്ങിയോ, അവൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച്. നീ എന്താ അഞ്ജു ഒന്നും മിണ്ടാത്തെ? പതിവില്ലാത്ത മൗനാണല്ലോ നിനക്ക്. എന്ത് പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല അമ്മ, ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. അഞ്ജു, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ് എന്നെ അവോയ്ഡ് ചെയ്യല്ലേ. എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുമോ? എനിക്കിപ്പോ താൻ പറയുന്ന ഒന്നും കേൾക്കു വേണ്ട, തന്നോടൊന്നും സംസാരിക്കാനില്ല. വഴിന്ന് മാറ്, എനിക്ക് പോണം. ഓക്കെ, താനിപ്പോൾ എന്നോട് സംസാരിക്കണ്ട. ഞാൻ പറയുന്ന കേൾക്കുകയും വേണ്ട. ഈ റൂമിൽ നിന്ന് പോവല്ലേ. എനിക്ക് പറ്റുന്നില്ലടി. വഴിന്ന് മാറ്, എനിക്ക് ഉറങ്ങണം. പ്ലീസ് അഞ്ജു, ഇവിടെ കിടന്നൂടെ? ഞാനൊരു ശല്യത്തിന് വരില്ല. പഴയ പോലെ ഞാൻ തറയിൽ കിടന്നോളാം, പ്ലീസ്. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാറി നിൽക്ക്.
എന്താ നന്ദു നീ അഞ്ജുവിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്തോ അവർക്കിടയിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. കിച്ചുവിന് അങ്ങനെ തോന്നിയോ? ഞാനും അത് നോട്ട് ചെയ്തതാ. അവരിപ്പോ ഭാര്യയും ഭർത്താവും അല്ലേ, വല്ല സൗന്ദര്യ പിണക്കം ആവും. എന്ത് തന്നെ ഉണ്ടെങ്കിലും അവൾ ഓപ്പണായിട്ട് പറയുന്നതല്ലേ, അവളൊന്നും പറഞ്ഞു കണ്ടില്ല. ചെറിയ വല്ല പിണക്കം ആവും. നമ്മൾ അറിയേണ്ടതാണെങ്കിൽ അവള് പറയില്ലേ, നീ അത് വിട്. കിച്ചു, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെറിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ വലിയ പ്രശ്നമാ. അതെനിക്കും മനസ്സിലായതാ. എന്തോ അവർ തമ്മിലിപ്പോ പണ്ടത്തെ പോലെ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. അഞ്ജു കാർത്തി സംസാരിക്കാൻ വരുമ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പോലെ. അത് മാത്രാണോ? അവളിപ്പോ നമ്മുടെ കൂടെയല്ലേ കിടക്കാറ്. ആദ്യത്തെ 2-3 ദിവസം പോട്ടേന്ന് വെക്കാം. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ കാണിച്ചാ ശരിയാവില്ലല്ലോ. എന്തോ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം തന്നെയാ. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യും, അവളോടൊന്ന് സംസാരിക്ക്. അവളോട് സംസാരിക്കാനിരിക്കുക തന്നെയാ ഞാൻ. അത് മാത്രം പോരാ, നമ്മള് നാളെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോണം. ഞാനും നീ ഇവിടെ ഉണ്ടായാ ശരിയാവില്ല. അവർ തമ്മിൽ സംസാരം ഉണ്ടാവില്ല, അത് ഉറപ്പാ. അവള് വീണ്ടും രാത്രി കിടക്കാൻ നേരം നമ്മളുടെ 2 പേരുടെ അടുത്തേക്ക് വരും. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. ഏതായാലും ഞാൻ അവളുടെ അടുത്ത് ചെല്ലട്ടെ, എന്താ കാര്യം എന്നറിയാലോ. മോളെ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? കണ്ണൻ ഇതുവരെ എത്തിയില്ലല്ലോ, നീ അവന് വിളിച്ചോ? എന്താ മോളെ നീ ഒന്നും മിണ്ടാതെ? കണ്ണൻ എവിടെ പോയതാ? എനിക്ക് അറിയില്ല. അതെന്താ നിനക്കറിയാത്തെ? നിങ്ങൾ തമ്മില് പിണങ്ങിയോ? പിണക്കത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ. എന്താ മോളെ പ്രശ്നം? അമ്മയോട് പറ. പറയാൻ മാത്രം ഒന്നുമില്ല അമ്മ, ചെറിയൊരു പിണക്കം, അത്രേ ഉള്ളൂ. ഓക്കെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വെച്ച് നീട്ടരുത്. എന്തുണ്ടെങ്കിലും മോള് സംസാരിച്ച് തീർക്കണം, കേട്ടോ? അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അമ്മയുടെയും പപ്പയുടെയും ജീവിതം നിനക്കറിയാലോ, അതുകൊണ്ടാ ഞങ്ങളെപ്പോലെ ആവരുത് നിങ്ങൾ, മനസ്സിലായോ? ഞാനും കിച്ചും തുടക്കം മുതലേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് വലിയ കാര്യമാക്കില്ല, നിങ്ങൾ തമ്മിൽ വലിയ സൗന്ദര്യപ്പിണക്കാവുന്ന കരുതി. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്രയും ദിവസം കണ്ണൻ നിന്റെ പിന്നാലെ നടക്കുന്നതും നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും നീ അത് അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്റർ തന്നെയാണ്. എന്തുതന്നെയായാലും കണ്ണന് പറയാനുള്ളത് നീ കേൾക്ക്, ഓക്കെ? മോളിന്ന് ഇവിടെ കിടന്നാൽ മതി. ഇന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നോക്ക്. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. അഞ്ജു ഇവിടെ ഓ, ഞാൻ ഇന്നും വരില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സോറി നീയാണെന്ന് അറിയാതെ ചെയ്തു പോയതാ. അറിയാം, തെറ്റ് തന്നെയാ അത്, ന്യായീകരിക്കുകയല്ല. പക്ഷെ അങ്ങനൊന്ന് പറ്റിപ്പോയി, ക്ഷമിച്ചൂടെ നിനക്ക്? പ്ലീസ്, എനിക്ക് നീയില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒരേ ഒരു തവണ എനിക്ക് നിന്നോട് സോറി പറയാനാ. ആ കാല് പിടിച്ച് ഞാൻ സോറി പറയാം. എന്നോട് ക്ഷമിക്കണം നീ. എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് എനിക്കറിയാം നീ അത്രയും പാഷനായി കൊണ്ടുപോകുന്ന ജോലിയാ. എൻ്റെ പൊട്ടബുദ്ധിക്ക് സോറി അഞ്ജു, പ്ലീസ് എന്നോട് ക്ഷമിക്കണം.
വാവേ, സുഖാണോടാ? പപ്പ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നിനക്ക് പപ്പയും മിസ് ചെയ്തോ? നിന്റെ മമ്മ എന്നെ നിന്റെ അടുത്ത് അടുപ്പിക്കുന്നില്ലായിരുന്നു. എന്നോട് പിണക്കത്തില്ല, കുഞ്ഞു പിണക്കും. പപ്പ കുരുത്തക്കേട് കാണിച്ചിട്ടാ. സാരല്ല, എല്ലാം റെഡിയാവും. I love you. I love you so much. ആ ഗുഡ് മോർണിംഗ് കണ്ണ, എഴുന്നേറ്റോ? ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? ഗുഡ് മോർണിംഗ്. ആ, ഞാൻ കഴിച്ചോളാം. മോനിരിക്ക്, ആന്റി വിളമ്പിത്തരാം. അങ്കിൾ എവിടെ ആന്റി? കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ ഒരു ക്ലയന്റിനെ കാണാൻ പോയതാ. മോന് ഇനി പ്രോഗ്രാംസ് ഒന്നുമില്ലേ? ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ചെന്നൈയിലൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോ അതിന്റെ പുറകെയാ. അയ്യോ, ചെന്നൈയിലോ? മോൻ പോയ അഞ്ജുവിന്റെ അടുത്ത് ആരാ? ഞങ്ങളിന്ന് ഈവനിങ് പോവും. മോനെന്തോന്നും മിണ്ടാത്തെ? ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതിനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ആന്റി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോകുമ്പോൾ അഞ്ജുവിനെ കൊണ്ടുവെക്കൂ. അത് പിന്നെ മോനെ. ആൻറ്റി, എനിക്ക് മതി, നിങ്ങൾ കഴിച്ചോ. അഞ്ജു, നീ അവനോട് സംസാരിച്ചില്ലേ? പറയും മോളെ, നീ സംസാരിച്ചില്ല അല്ലേ? അതെന്താ നീ സംസാരിക്കാഞ്ഞേ? അവൻ ഇന്നലെ ലേറ്റായാ വന്നേ, ഞാൻ ഉറങ്ങിപ്പോയി. ഓക്കെ, എന്നാ ഇപ്പൊ ചെന്ന് സംസാരിക്ക. ഞാനൊന്ന് പുറത്തു പോവാ. അപ്പോഴേക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കണം, കേട്ടല്ലോ? ആൻറ്റി ഇതെങ്ങോട്ടാ? അത് എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഓ, എന്നവാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, നമ്മൾ രണ്ടുപേരും പുറത്തു പോയ അഞ്ചു ഇവിടെ ഒറ്റയ്ക്കല്ലേ? ആൻറ്റി എപ്പോഴാ വരാ? ഉടനെ വരുമോ? ഹാ മോനെ, ഞാൻ ഉടനെ എത്തും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ആൻറ്റി പെട്ടെന്ന് വന്നാൽ മതി. എനിക്ക് പ്രാക്ടീസിന് പോകണം. സോ എനിക്ക് പോയേ പറ്റൂ. ആൻറ്റി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് പിന്നെ അഞ്ജുവിനെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാ? ഞാൻ പെട്ടെന്ന് പോയി വരാം. മോൻ അതുവരെ ഇവിടെ നിന്നൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആൻറ്റി, എന്ത് ചെയ്യാനാ? എൻ്റെ പ്രസൻസ് പോലും അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാനിവിടെ നിന്നാ അത് അവൾക്ക് നല്ല ബുദ്ധിമുട്ടാവും. എന്തിനാ വെറുതെ? വേണ്ട, അത് ശരിയല്ല ആൻറ്റി. എനിക്ക് പോയേ പറ്റൂ. ആൻറ്റി പെട്ടെന്ന് വരുന്നല്ലേ പറഞ്ഞേ. അതുവരത്തെ കാര്യമില്ലുള്ളൂ. ആൻറ്റി ടെൻഷൻ ആവണ്ട. വാ, നമുക്ക് ഞാൻ പോവാം. ഹായ് അഞ്ജു, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? സുഖല്ലോടോ തനിക്ക്? എങ്ങനെയാ ബേബി? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ?
പ്രശ്നമൊന്നുമില്ല. തീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ നൈറ്റ് എത്തിയതാ. കണ്ണനില്ലേ ഇവിടെ? ഇല്ല. ഓ, പ്രാക്ടീസിന് പോയതായിരിക്കും അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയോ? 2 ദിവസമായി അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ എത്തിയത് പോലും അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങളെ തമ്മിലുള്ള എന്ത് ഇഷ്യൂ? അവൻ പറഞ്ഞായിരുന്നു തൻ്റെ FM-ലെ ഇഷ്യൂ. അവൻ കാരണല്ലേ തൻ്റെ ജോലി പോയേ. അതൊക്കെ വിട്ടുകളയടോ. അറിഞ്ഞുകൊണ്ടല്ലോ, താനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അവൻ ചെയ്തേ. അവന് നല്ല റിഗ്രറ്റ് ഉണ്ട്. അവനിത് അറിഞ്ഞപ്പോ തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞതാ. ഞാൻ പറഞ്ഞതാ അവനോട് നിന്നോട് നേരിട്ടെല്ലാം പറയാൻ, പക്ഷെ കേട്ടില്ല. താനെന്തൊന്നും മിണ്ടാത്തെ? നിങ്ങൾ ഓക്കെ ആയിട്ടില്ല ഇതുവരെ? അത് വിട്ടുകളയടോ. നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും, മനുഷ്യരല്ലേ, സ്വാഭാവികം. ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് കണ്ടാ പോരെ? പ്ലീസ്, ഇതെന്റെ ഒരു റിക്വസ്റ്റാ. താൻ അവനായിട്ടൊന്ന് സംസാരിക്കണം. അവൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു അവൻ നിന്നോട് ഒരുപാട് സംസാരിക്കാൻ നോക്കിയെന്നൊക്കെ, പക്ഷെ നീ നിന്ന് തരുന്നില്ലാന്ന്. പ്ലീസ്, അവനോടൊന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാവൂ. അവന് നല്ല പേടിയുണ്ട് താനെങ്ങനെ അവനെ വിട്ടു പോകുന്നു. നിന്റെ കയ്യിൽ ഇപ്പോഴും ആ എഗ്രിമെന്റ് ഉണ്ടല്ലോ. പാവം. എന്ത് എഗ്രിമെന്റ്? അത് നിങ്ങളുടെ കോൺട്രാക്ട് മാരേജിന്റെ 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ മ്യൂച്വലി ഡിവോഴ്സ് ആവുന്ന രീതിയിലല്ലായിരുന്നു നിങ്ങൾ ഈ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓ, അതും തന്നോട് പറഞ്ഞു? അതെ, അവനെല്ലാം എന്നോട് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സീക്രട്സ് ഒന്നുമില്ല. വേറെന്തൊക്കെയാ തന്നോട് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ തന്നെ. പിന്നെ നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അവനാകെ ഡൗണാ. അങ്ങനെ ഒരിക്കൽ അവൻ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് നമ്മുടെ പാസ്റ്റില്. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവനത് കേട്ടപ്പോ എന്റെ മെന്റാലിറ്റി പോലെയാണ് നീ എങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പാവം, അവനെ സംബന്ധിച്ച് അവനൊരു തെറ്റ് പറ്റിപ്പോയി. അവന് നല്ല റിഗ്രറ്റ് ഉണ്ട്. നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാന്ന് വരെ എന്നോട് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ. അതാ, പ്ലീസ്, നിങ്ങൾ തമ്മിലുള്ള എന്ത് ഇഷ്ടമാണെങ്കിലും നിങ്ങൾ പറഞ്ഞു തീർക്ക്. അവനിപ്പോ നിന്നെ നല്ല ഇഷ്ടാ. നീ ഇല്ലാതെ അവനെ ജീവിക്കാൻ കൂടി പറ്റില്ല. ദിയക്കൊരു ചാൻസ് കിട്ടിയ കണ്ണനെ കല്യാണം കഴിക്കോ? എന്ത് ചോദ്യത്? മുമ്പ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? തനിക്ക് എപ്പ വേണ്ട തോന്നോ അപ്പൊ എനിക്ക് തന്നേക്കണമെന്ന്. ഞാൻ എപ്പോഴും റെഡിയാ. എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടാ. എന്നാ ദിയ ചെല്ല്. അവനെ കാണാൻ വന്നതല്ലേ. അവനിവിടെ ഇല്ല. പ്രാക്ടീസിനാ പോയതെങ്കിൽ എവിടെയാ ഉണ്ടാവാന്ന് അറിയാവല്ലോ. എന്നാ ചെല്ല്, എനിക്കൊന്ന് കിടക്കണം. അമ്മ, നമ്മളെപ്പോഴാ ഇറങ്ങുന്നേ? അഞ്ചു, നീ ഞങ്ങളുടെ കൂടെ വരുവാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മ? ഞാനിവിടെ ഒറ്റക്ക് നിൽക്കണോ? അവനിവിടെ കാണില്ലെന്ന് പറഞ്ഞല്ലേ. ഇനിയിപ്പോ അവനിവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല. എന്ത് മോളെ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഒന്നുമില്ല അമ്മ, നമ്മൾ എപ്പോഴാ പോകുന്നേ? പപ്പ ഇപ്പൊ വരും. ശരി, ഞാൻ അപ്പോഴേക്ക് എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. ഈശ്വര, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. പ്രശ്നം വഷളാകത്തുള്ളൂ. എന്താന്ന് അവള് പറയുന്നുമില്ല. എന്തായാലും അവൻ ഇനി ചെന്നൈ പോയി വരട്ടെ. എന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. എന്താടാ, ഇവിടെ ആരുമില്ലേ? നീയല്ലേ പറഞ്ഞേ അങ്കിളും ആന്റിയൊക്കെ എവിടെയാ നിൽക്കാറെന്ന്? എന്നിട്ട് അവരൊക്കെ എവിടെ? ഓ, അവരൊക്കെ ഇന്ന് തിരിച്ചു പോയി കാണും. അയ്യോ, അപ്പൊ അഞ്ചി ഇത്ര നേരം ഒറ്റക്കായിരുന്നു? അവൾ എവിടെ എന്നിട്ട് കിടക്കുവാണോ? ഇല്ല, അവളും കൂടെ പോയി കാണും. അതെന്തിനാ അവള് പോയേ? നിനക്ക് പോണ്ടെന്ന് പറഞ്ഞൂടായിരുന്നോ? ഞാൻ തന്നെയാ പറഞ്ഞയച്ച്. അതെന്തിനാടാ? 2 ദിവസം കഴിഞ്ഞാ ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞയച്ചതാ. ആ പ്രോഗ്രാം നീ ക്യാൻസൽ ചെയ്തല്ലേ? വേറെ പ്രോഗ്രാം വന്നോ അതിനുശേഷം? വേറെ പ്രോഗ്രാം ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവള് പൊക്കോട്ടെന്ന് കരുതി. അതെന്തിനാടാ നീ അങ്ങനെ ചെയ്തേ? നിനക്കറിയാവല്ലോ, അതിനുശേഷം അവൾ എന്നോട് മിണ്ടാറില്ല. എന്നെ കണ്ട മുഖം തിരിച്ച് നടക്കാറാ. എൻ്റെ കൂടെ കിടക്കാറില്ല. അതിനർത്ഥം എൻ്റെ പ്രസൻസ് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അവൾക്കിപ്പോൾ 8-ാം മാസം കഴിഞ്ഞു. ഇനി ഈ സമയത്ത് വല്ലതും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല. അവള് അവരുടെ കൂടെ പൊക്കോട്ടെന്ന് കരുതി. എടാ, നീ ഇവിടെയും അവൾ അവിടെയും നിന്നാ ഈ ഇഷ്യൂ കൂടത്തേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഏതായാലും
ഇനി ഞാൻ അവളെ കാണാനോ സംസാരിക്കാനോ പോവില്ല. ഈ സമയത്ത് അവളെ പ്രഷർ കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. അവരൊക്കെ പറഞ്ഞ പോലെ കുറച്ച് സമയമാണ് വേണ്ടത്. അവൾക്കും എനിക്കും എല്ലാം ശരിയാവും. നിനക്കങ്ങനെയാ തോന്നുന്നെങ്കിൽ ഓക്കെ. എങ്കിൽ ശരി, നീ ഇവിടെ നിൽക്ക്. ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വരാം. അതെന്തിനാടാ? എന്തോ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുമെന്ന് കരുതി. കാർത്തി, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ അവളുടെ അടുത്ത് പോയി സംസാരിക്ക്. എന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളടുത്ത് പോയി ഞാൻ എങ്ങനെയാ പറയാ? നീയൊന്ന് മനസ്സിലാക്ക്. എന്ത് തന്നെയാലും നീ അവിടെ പോയി സംസാരിച്ചേ പറ്റൂ. അവിടെ അങ്കിൾ ആന്റിയൊക്കെ ഉണ്ടല്ലോ. അവളെ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരോട് കാര്യം പറയൂ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു കുഞ്ഞു പ്രശ്നം. അത് വലുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെ, ചെറിയ പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. ഇറ്റ്സ് ടു മച്ച്. നീ ഇനി എന്തായാലും പോയി സംസാരിച്ചേ പറ്റൂ. മേ ബി അവളും നിന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണെങ്കിലോ? അവളോ? നോ, നെവർ. നിനക്കെന്താ ഇത്ര ഉറപ്പ്? തറപ്പിച്ച് പറയാൻ പറ്റുമോ? നിനക്കറിയാവുന്നതല്ലേ, അവളും വാശിക്കാരിയാ. ചിലപ്പോ നീ വരാൻ വേണ്ടി കാത്തിരിക്കുക. സോ നീ പറയുന്നേ ഞാൻ പോകണമെന്നാണോ? യെസ്, എന്തായാലും ഇന്ന് തന്നെ പോണം. അഞ്ജു, ഒന്ന് ഫുഡ് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്ത? ഇവിടെ വന്നതിൽ പിന്നെ നേരെ ചൊവ്വ നീ ഒന്നും കഴിക്കുന്നില്ല. അമ്മ പ്ലീസ്, എനിക്കിപ്പോ ഒന്നും വേണ്ട. വിശന്നാ ഞാൻ എടുത്ത് കഴിച്ചോളാം. പറ്റില്ല, നിനക്ക് വിശക്കുമ്പോഴല്ല, സമയത്തിന് വേണം കഴിക്കാൻ. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്? എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. വയറ്റിലൊരു കൊച്ചുണ്ട്, ആ ഓർമ്മ വേണം. അതിനു വേണ്ടിട്ടെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക്. ഹാ, ഇതാരാ? കണ്ണനോ? ചെന്നൈത്തെ പ്രോഗ്രാമിന് പോയ ആള് 2 ആഴ്ച കഴിഞ്ഞാണോ വരുന്നേ? അത് പിന്നെ ആൻറ്റി, ഞാൻ ചെറിയ ബിസിയിലായി പോയി, അതാ. അവളെവിടെ? ദേ, ഇപ്പം ഫുഡ് കഴിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഫുഡ് കഴിച്ചേ? അതെന്താ ഇത്ര ലേറ്റായേ? ഒന്നും പറയണ്ട. അവിടുന്ന് വന്നതിൽ പിന്നെ നേരെ ചൊവ്വ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരുപാട് നിർബന്ധിച്ചാലേ കഴിക്കത്തുള്ളൂ, അതും കുഞ്ഞിന് വേണ്ടി മാത്രം. മോനെ, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എന്തൊരു ചെറിയ പിണക്കമുണ്ടെന്ന്. അത് വെച്ച് നീട്ടണ്ട. ഇത്രയും ദിവസം മോൻ അവളെ വിളിച്ചിട്ടില്ല എന്നും അറിയാം. എന്നും അവളെ അന്വേഷിച്ച് നീ വിളിക്കുമ്പോൾ അവളിവിടെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. അത് നീ വിളിക്കുന്ന അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും മോൻ ചെല്ല്, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്ക്. അഞ്ജു, നീ എന്തിനാ കരയുന്നേ? അഞ്ജു, എന്താ പറ്റി? എനിക്കെന്താ പറ്റിയാലും തനിക്കെന്താടോ? എന്തിനാ അങ്ങോട്ട് വന്നേ? അത് ഞാൻ നിന്നോട് സോറി പറയാൻ. സോറി? എനിക്ക് കേൾക്കണ്ട തന്റെ ഒരു സോറിയും. എന്റെ മുന്നിൽ പോ, എനിക്ക് തന്നെ കാണണ്ട. അഞ്ജു പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇത്രയും ദേഷ്യപ്പെടല്ലേ, അത് കുഞ്ഞിന് ദോഷ. തൊട്ടു പോകരുതന്നെ. എന്റെ കുഞ്ഞിന് എന്ത് ദോഷം എന്നൊക്കെ എനിക്കറിയാം. താൻ പറയണ്ട, എന്റെ മുന്നിൽ പോ. അഞ്ജു മോളെ, നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? പറ്റില്ലടേ എനിക്ക്, അതുകൊണ്ടാ. പ്ലീസ്. തന്നോട് ഞാൻ എന്താ ക്ഷമിക്കണ്ടേ? പറയ്. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു അത് നീയാണെന്ന്. സോറി, റിയലി സോറി. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഞാനോ താനോ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് താൻ വരരുത്. എന്താ അഞ്ജു നീ ഇങ്ങനെയൊക്കെ? ഈ ഒരു ചെറിയ പ്രശ്നത്തിനാണോ നീ ഇങ്ങനെ? പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കുക, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, എഗ്രിമെന്റ് ഇന്നലെ വരെ ഞാൻ ഇതിൽ സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന്
ഞാൻ സൈൻ ചെയ്തു. ഇതതിന്റെ കോപ്പി. കൊണ്ടുപോക്കോ. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശം ചോദിച്ച് വരരുത് താൻ. പ്ലീസ് അഞ്ജു, പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എന്നോടൊന്ന് ക്ഷമിച്ചൂടെ തനിക്ക്, പ്ലീസ്. ക്ഷമിക്കണോ? ഞാൻ തന്നോട് ക്ഷമിക്കണോ? ക്ഷമിക്കാം. ഒരൊറ്റ കണ്ടീഷൻ. ഇനി മേലിൽ തന്നെ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. എനിക്ക് തന്നെ കാണണ്ട. ഐ ഹേറ്റ് യു. പൊക്കോ, എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. അങ്ങനെ താൻ വരാതിരുന്ന തനിക്ക് തന്റെ കുഞ്ഞിന്റെ മേലുള്ള അവകാശം ഞാൻ നിഷേധിക്കില്ല. എപ്പോ വേണമെങ്കിലും തനിക്ക് വരാം, കാണാം. പക്ഷെ എന്റെ മുന്നിൽ വരരുത്. എന്താ അഞ്ജു നീ ഇങ്ങനെ എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ? എനിക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം, നിന്നെ വേണം. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ? ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ നിന്റെ കാല് വരെ പിടിക്കാന്ന് പറഞ്ഞില്ലേ? പ്ലീസ്. നിന്റെ ദേയെ പോലെ എല്ലാവർക്കെല്ലാം ക്ഷമിച്ച് കൂടെ പൊറുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. അങ്ങനെ കരുതിയാൽ മതി. എന്തിനാ അഞ്ജു അവളെ ഇപ്പൊ നീ ഇതിലോട്ട് വലിച്ചെടുക്കുന്നേ? നിന്റെ പ്രശ്നം എന്താ ശരിക്കും? എന്റെ പ്രശ്നമൊന്നും തനിക്ക് മനസ്സിലാവില്ല. താൻ എന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്കിലല്ലേ അറിയൂ. ഒരിക്കലുമില്ല. താൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട. പൊക്കോ, എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. ഓക്കെ, സോറി. എൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അതിനൊക്കെ സോറി. പ്ലീസ് എൻ്റെ കൂടെ വാ. നീ ഇല്ലാതെ പറ്റുന്നില്ലടി. എത്ര ദിവസമായി. പ്ലീസ് എന്റെ മുന്നിൽ നിന്ന് പോ. എനിക്ക് കാണണ്ട തന്നെ. ഇനി താൻ ഇവിടെ നിന്ന എന്റെ കൊച്ചിനെ പോലും തനിക്ക് കാണിച്ചു തരില്ല ഞാൻ. പൊക്കോ. ഓക്കെ, ഞാൻ പൊക്കോളാം. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. പ്രോമിസ്. ഇത്രയും വലിയ തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ അറിയില്ലായിരുന്നു. നീ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചല്ല ഞാൻ നിന്റെ മുന്നിൽ വരാത്തത്. നീ ഡേറ്റ് എടുത്തിരിക്കുന്ന സമയമാണ് ഞാൻ കാരണം. നിനക്കൊരു ബുദ്ധിമുട്ടും വേണ്ട. നിന്നെ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ കാണണ്ട. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഒരവകാശം പറഞ്ഞു ഞാൻ വരില്ല. ഐ എം സോറി, റിയലി സോറി. ഗുഡ് ബൈ. എന്താ മോനെ, അവളോട് സംസാരിച്ചില്ലേ? ആ ആൻറ്റി, ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഇന്ന് മോനെ അവളെ കൊണ്ട് പോകുന്നില്ലേ? എന്താ മോന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്ത് പറ്റി? അതൊന്നുമില്ല ആൻറ്റി. അവളിന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് വരാന്ന്. മോനെ എന്താ, എന്ത് പറ്റി? നിങ്ങൾ സംസാരിച്ച് തീർന്നില്ലേ? അങ്ങനൊന്നുമില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അഞ്ജു, നീ എന്തിനാ മോളെ കരയുന്നേ? എന്താ പറ്റിയേ? അമ്മ, കാർത്തിക് പോയോ? അവനിപ്പോ പോയല്ലോ. എന്താ? അമ്മ, ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി. അവനോട് വരാൻ പറമ്പോ. നീ എന്താ അവനോട് അതിന് മാത്രം പറഞ്ഞേ? എന്തായിരുന്നു നിങ്ങൾക്കിടയിലുള്ള ശരിക്കുള്ള പ്രശ്നം? ഇനിയെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. അത് കാർത്തികാരന എന്റെ അഫമില് ജോലി പോയി. എന്താ, അവൻ കാരണോ? അതെ, പക്ഷെ അവനറിയില്ലായിരുന്നു അത് ഞാനാണെന്ന്. ഈ അടുത്ത അവനതറിഞ്ഞ്. ഓ, അപ്പൊ അതായിരുന്നു പ്രശ്നം. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. അറിഞ്ഞോണ്ടല്ലെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാ, ന്യായീകരിക്കുന്നതല്ല. പക്ഷേ അത് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. മോക്കത് മറക്കാവുന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ കരയാൻ മാത്രം അവനോട് എന്താ എത്ര ദേഷ്യപ്പെട്ട് പറഞ്ഞേ? വാട്ട്? ഈ ഒരു ചെറിയ പ്രശ്നത്തിന് നീ ഇങ്ങനെയൊക്കെ അവനോട് പറഞ്ഞോ? നിനക്കെന്താ അഞ്ജു, വട്ടാണോ? അമ്മ, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തില്. എന്ത് ദേഷ്യത്തില്?
ഇത്രയും ദേഷ്യപ്പെടാനുള്ള ഒന്നും ഞാൻ അതിൽ കാണുന്നില്ല. ശരിയാ, അവൻ കാരണം നിന്റെ ജോലി പോയി. അത് നീയാണെന്ന് അറിയാതെ ചെയ്തതുമാണ്. ഇതിപ്പോ നിനക്ക് ക്ഷമിച്ചു വിടാവുന്ന കേസേ ഉള്ളൂ. എന്നിട്ടാണ് നീ ഇതൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നീ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന അന്ന് നിന്നോട് പറഞ്ഞതാ അവനായിട്ട് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാൻ. നീ അതിന് ഓക്കെ ആയതുമാണ്. പക്ഷെ അന്ന് നിനക്ക് സംസാരിക്കാൻ പറ്റില്ല. ബട്ട് അതിനുശേഷം ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് നീ ദേഷ്യപ്പെട്ടതും ഇവിടെ നിന്ന് മൊത്തം വാശിയും ദേഷ്യമൊക്കെ കാണിച്ചത്. എന്താ കാര്യം? അമ്മ പറഞ്ഞത് ശരിയാ. ഇതിന്റെ പേരിലല്ല ഞാൻ ഇത്രയും ദേഷ്യം കാണിച്ച്. അന്ന് നിങ്ങൾ രണ്ടുപേരും പോയപ്പോ അതിനുശേഷം ദിയ വന്നിരുന്നു. അവൾ ഓരോന്നും പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ദേഷ്യമായി. നീ ഇത്രത്തോളം ദേഷ്യപ്പെടാൻ അവൾ എന്താ പറഞ്ഞ്? അമ്മക്കറിയോ, ഞാൻ കാർത്തിയോട് അവൻ എന്റെ ജോലി കളഞ്ഞതിന്റെ പേരിൽ എപ്പോഴും ക്ഷമിച്ചതാ. എനിക്കെങ്ങനെയാ അമ്മ അവനില്ലാതെ പറ്റുമോ? അന്നമ്മ അവനോട് രാത്രി സംസാരിക്കാൻ പറഞ്ഞ് അവിടുന്ന് പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ അവൻ എൻ്റെ അടുത്ത് വന്നു ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പം തന്നെ എല്ലാം മറന്നതാ, വിട്ടതാ. പിറ്റേന്ന് രാവിലെ എല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചതുമായിരുന്നു. അപ്പോഴാ ദിയ വന്ന് ഓരോന്നും പറഞ്ഞു. അവൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഞാൻ അവനോട് ക്ഷമിക്കാൻ. അവൾ ആരാതിന്? അമ്മക്കറിയോ, അവക്ക് അവനെ ഇഷ്ടാ. അന്ന് പറഞ്ഞത് അമ്മ കേട്ടതല്ലേ? ഞാൻ അവനോട് പറഞ്ഞതാ നമുക്കിടയിലുള്ള കോൺട്രാക്റ്റിന്റെ കാര്യമൊന്നും അവളോട് പറയരുതെന്ന്. എന്നിട്ട് എന്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ അവന് അത് അവളോട് പറഞ്ഞു. എനിക്കത് സഹിച്ചില്ല അമ്മ. അന്ന് അവൾ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് തോന്നിയ അവള് കൊണ്ടുപോയിക്കോളാന്ന്. അതൊക്കെ കേട്ടപ്പോ ആ ദേഷ്യത്തില ഞാൻ ഇങ്ങോട്ട് വന്നേ. അത് പോട്ടെ, ഞാൻ അവിടുന്ന് വന്നിട്ട് ഇത്ര ദിവസമായിട്ട് എന്നെ ഒന്നും വിളിക്ക് പോലും ചെയ്തില്ല. എല്ലാം കൂടെ ആയപ്പോ എനിക്ക് സഹിച്ചില്ല അമ്മ. അത് ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് കാർത്തിയ വേണമ്മ. അവനോട് വരാൻ പറ. എന്റെ പൊന്നു മോളെ, ഞാൻ എന്താ നിന്നോട് പറയാ? നീ ഇത്ര സില്ലി കേളായി പോയോ? എങ്ങനെയാ നീ ഇങ്ങനെ ആയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്റെ പഴയ അഞ്ജുവേ അല്ല. എന്താണ് നിനക്ക് പറ്റിയേ? നിനക്കറിയാവുന്നതല്ലേ കാർത്തിക് നീ എന്ന് വെച്ച ജീവനാണെന്ന്. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയേ? പിന്നെ ദിയ, അവള് വല്ലതും പറഞ്ഞെന്ന് കരുതി ചിലപ്പോ ആ കുട്ടിയൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന്. നീ ഇത്ര പെട്ടെന്ന് വന്നാ? പോയിട്ടെന്തായി? അഞ്ജു എവിടെ? എല്ലാം സോൾവ് ആയില്ലേ? അവള് വന്നില്ല, ഇനി വരാനും പോകുന്നില്ല. നീ എന്തൊക്കെയാടേ പറയുന്നേ? സത്യമാ പറഞ്ഞേ, അവക്ക് ഞാനുമായിട്ടുള്ള റിലേഷനിൽ താല്പര്യമില്ല. നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ട്, അത് മറക്കരുത്. കുഞ്ഞ് അത് പറഞ്ഞപ്പോഴാ അവള് ഒരു കണ്ടീഷൻ വെച്ചു. അവൾ ഒരിക്കലും കാണാൻ വരരുതെന്നു. അങ്ങനെയെങ്കിൽ കുഞ്ഞിനെ കാണാനുള്ള അവകാശം എനിക്ക് തരാമെന്ന്. എനിക്ക് വേണ്ടടി അങ്ങനൊരു അവകാശം. എന്തിനാ? ഞാൻ ആദ്യം സ്നേഹിച്ചത് അവളെയാ. അവളെ എനിക്ക് കിട്ടില്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കാണണ്ട. എന്താടാ ഇങ്ങനെ? ഈ ഒരു ചെറിയ പ്രശ്നത്തിനാണോ അവൾ ഇങ്ങനെയൊക്കെ? നമുക്കാടി അത് ചെറുത്, അവളെ സംബന്ധിച്ച് അത് വലുതാ. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവള് അത്രത്തോളം പാഷനായി കൊണ്ടുപോകുന്ന ജോബല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിൻ്റെ വേദന. എനിക്ക് തോന്നുന്നേ അപ്പോഴത്തെ ദേഷ്യത്തിന് അവൾ ഓരോന്ന് പറഞ്ഞതായിരിക്കുന്നു. നീ അതൊന്നും സീരിയസ് ആക്കി എടുക്കാൻ നിൽക്കണ്ട. ദേഷ്യത്തിൽ പറഞ്ഞതൊന്നുമല്ല, അവളെല്ലാം സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞ്. എന്തായാലും അതുപോലെ നടക്കട്ടെ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ കാരണമല്ലേ അവളുടെ ഇഷ്ടപ്പെട്ട ജോലി പോയേ. അതുപോലെ തന്നെയല്ലേ എൻ്റെ ജോബും. ഞാൻ പാഷനായി കൊണ്ടു നടക്കുന്ന ജോലിയല്ലേ. ഞാനിത് ഡിസ്ബാൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. വാട്ട്? നീ എന്ത് നോൺസെൻസ് ആയി സംസാരിക്കുന്നത്? നിനക്ക് തലക്ക് സുഖമില്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെയാ. എനിക്കിഷ്ടപ്പെട്ട ഫീൽഡൊക്കെ തന്നെയാ. പക്ഷേ എനിക്കിനി ഈ ഫീൽഡ് വേണ്ട. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നിൻ്റെ കമ്പനിയിലോ മറ്റോ എന്തെങ്കിലും ഒരു ജോബ് റെഡിയാക്കി തരാവോ? ഞാൻ ഇവിടുന്ന് പോവാ. കാർത്തി, ആർ യു സീരിയസ്? അവൾ അങ്ങനെ പറഞ്ഞതിനാണോ നീ ഇങ്ങനെ? നിനക്കെന്ത് ബോധമില്ലേ? ഫക്കിംഗ് സീരിയസ്. ഞാൻ പറഞ്ഞില്ലേ എന്താ നിനക്ക് മനസ്സിലാവാത്തെ? ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ നിൽക്കുന്തോറും എനിക്ക് അവളെ കാണാൻ തോന്നും. അത് അവൾക്ക് തന്നെയാ ദോഷം.
പ്ലീസ്. നീ എന്നാ പോകുന്നേ? എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഞാൻ 1 വീക്കിനുള്ളിൽ കയറും. ഓക്കെ, എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ തരാം. നീ എത്രയും പെട്ടെന്ന് തന്നെ പേപ്പേഴ്സൊക്കെ ശരിയാക്കുക. നീ പോകുമ്പോൾ ഞാനും നിൻ്റെ കൂടെ വരാം. ഇപ്പോഴും ഞാൻ പറയുന്ന കാർത്തി, ദിസ് അട്ടർ ഫൂളിഷ്നസ്. അവിടെ ചെന്നാ നീ തന്നെയാ വിഷമിക്കാൻ പോകുന്നേ. നിനക്ക് കഴിയില്ല. ദിയ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എല്ലാം റെഡിയാക്കാൻ നോക്ക്. അമ്മ, കാർത്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫാ. നീ ടെൻഷൻ ആവണ്ട. ഞാൻ പപ്പയോട് നാളെ അവിടെ വരെ ഒന്ന് പോകാൻ പറയാം. നീ ഇപ്പോൾ കിടന്നോ, ഒരുപാട് നേരമായില്ലേ. കാർത്തി, നീ ഇതെവിടെയാ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു. സോറി, പ്ലീസ് എൻ്റെ അടുത്തോട്ട് തിരിച്ചു വാ. റിയലി സോറി. എന്ത് ചെയ്യാനാ നന്ദു? അവൻ്റെ ഒരു വിവരമില്ല. എവിടെ പോയതാ എന്തോ. കിച്ചു, ഹരിക്കും ആകാശിനൊക്കെ വിളിച്ചു നോക്കിയോ? അവരോടെല്ലാം പറയുന്നതല്ലേ കാർത്തി? ഞാൻ വിളിച്ചതാ, അവർക്കാർക്കും വിളിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ. ഈശ്വര, പിന്നെ ഈ ചെറുക്കനിത് എവിടെ പോയി? അല്ല, ആ മറ്റേ പെങ്കൊച്ച് ദിയ, അവള് തിരിച്ചു പോയോ? എനിക്കറിയില്ല. അവളോട് ചോദിച്ചാ ചിലപ്പോ കണ്ണൻ എവിടെയെന്ന് അറിയാൻ പറ്റുമായിരിക്കും. അത് ശരിയാ. പക്ഷേ അവളെങ്ങനെ കോണ്ടാക്ട് ചെയ്യും? നമ്പർ ഇല്ലല്ലോ. ആ, ആകാശ് മോന്റെ കയ്യിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവനോട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം അല്ലേ? അതെ, പെട്ടെന്ന് വിളിച്ചു പറയേ. ഞാനെന്നാ മോളുടെ അടുത്ത് പോയിട്ട് വരാം. മോനെ, നിന്റെ കയ്യില് ദിയയുടെ നമ്പർ ഉണ്ടോ? എന്നാ അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. എനിക്ക് തോന്നുന്നു അവക്ക് അറിയായിരിക്കും കണ്ണൻ എവിടെ പോയതാന്ന്. കിച്ചു, ഇങ്ങ് വന്നേ. ഇത് അഞ്ചു ബോധമില്ലാതെ കിടക്കുന്നു. ദേ വരുന്ന. മോനെ, ഞാൻ പിന്നെ വിളിക്കാവേ. അഞ്ജുവിന് സുഖമില്ല, അവിടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാ. അങ്കിൾ, അഞ്ജുവിന് എന്താ പറ്റിയേ? അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പറ്റിയതാന്ന് ഞങ്ങൾക്കും അറിയില്ല മോനെ. നീ അന്ന് വന്നു പോയതിൽ പിന്നെ അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഞാനും നന്ദു ആണെങ്കിൽ നിന്നെ അന്വേഷിക്കാതെ സ്ഥലവും ഇല്ല. അങ്ങനെ ആകാശിനെ വിളിക്കുന്ന സമയത്താ നന്ദു പെട്ടെന്ന് മോള് ബോധമില്ലാതെ കിടക്കാന്ന് പറഞ്ഞേ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇതുവരെ ആയിട്ടും ഒന്നും പറഞ്ഞില്ല മോനെ. അഞ്ജലിക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ വേണ്ടി വരും. കുട്ടിയുടെ പൊസിഷൻ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. സോ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. ഞങ്ങളെന്നാ സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടെ? യെസ് ഡോക്ടർ, ബട്ട് അവക്കും എൻ്റെ കുഞ്ഞിനും ഒന്നും വരുത്തരുത് പ്ലീസ്. ഡോണ്ട് വറി, വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഡോക്ടർ, കുട്ടി ബ്രീത്ത് ചെയ്യുന്നില്ല. താൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യടോ. അഞ്ജലി കൃഷ്ണ, യെസ്, അവക്ക് എങ്ങനെയുണ്ട്? കൺഗ്രാറ്റുലേഷൻസ്, ഇറ്റ്സ് എ ബോയ്. അഞ്ജലിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ഇടുക. കിച്ചു, ഇങ്ങോട്ട് നോക്കിയേ. ശരിക്കും കാണാൻ കണ്ണിനെ പോലെയുണ്ട്. നോക്ക്. ഇങ്ങ് തന്നെ, ഞാനിന്ന് എടുക്കട്ടെ. അച്ചോടാ, അച്ഛൻ്റെ പൊന്നെ,
നീ പറഞ്ഞത് ശരിയാ, കണ്ണനെ എടുത്തു വച്ചിട്ടുണ്ട് അല്ലേ? കണ്ണ, നീ എന്താടാ നിന്റെ കുഞ്ഞിനെ നോക്കാത്തെ? ഇതാ പിടിച്ച്. വേണ്ട അങ്കിൾ, എനിക്ക് കാണണ്ട. കണ്ണ, നീ എന്താ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഇത് നിന്റെ കുഞ്ഞാ. അവൾ ഓരോന്ന് പറഞ്ഞെന്ന് കരുതി നീ അത് മനസ്സിലിട്ടോണ്ട് നടക്കുവാണോ? വാശി കളഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്ക്. ഇത് വാശിയൊന്നുമല്ല ആന്റി, ഞാൻ അവക്ക് കൊടുത്ത വാക്കാ. അവളെ കാണാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണില്ല. അഞ്ജു, സോറി, റിയലി സോറി. നിന്നെ കാണണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാ നീ ഉറങ്ങുമ്പോൾ വന്നേ. അല്ലാത്തപ്പോൾ വന്നാൽ നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി. അമ്മ, കാർത്തി എവിടെ? എത്ര ദിവസമായിട്ടും ഞാൻ കാർത്തിയെ കണ്ടില്ലല്ലോ. അവൻ വന്നില്ലേ? അവൻ വന്നിട്ടൊക്കെ ഉണ്ട്, പുറത്തിരിപ്പുണ്ട്. അവനെന്താ എന്നെ കാണാൻ വരാത്തെ? ഞാൻ അന്നങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? നിന്നെ കാണാൻ വന്നില്ലെന്ന് ആര് പറഞ്ഞു? ആരും കാണാതെ നീ ഉറങ്ങുമ്പോ നിന്നെ കാണാൻ വന്നിരുന്നു അവൻ. ഞാൻ കണ്ടതാ. അതെന്തിനാ അങ്ങനെ വരുന്നേ? നേരിട്ട് വന്നൂടെ? അതിനുള്ള റീസൺ നീ തന്നെയല്ലേ കൊടുത്തേ. ഞാനെന്ത് പറയാനാ? അതൊന്നുമല്ല സങ്കടം, അവൻ ഇതുവരെ കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല. അമ്മ, കാർത്തിയോടൊന്ന് വരാൻ പറയൂ. ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ പ്ലീസ്. താനെന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞ്? ഞാൻ വന്നതുകൊണ്ടാണോ താൻ കരഞ്ഞ്? ഐ ആം സോറി, ഞാൻ പൊക്കോളാം. ഞാൻ അതിനു മുന്നേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ അവസാനമായിട്ട്. മോനെ, പപ്പ പോവാ ദൂരെ. ഇനി പപ്പക്ക് മോനെ കാണാൻ പറ്റുമോന്നും അറിയില്ല. മമ്മ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിരിക്കണം. നിന്റെ മമ്മ ഒരു പാവ. പപ്പയെ പോലെ കുരുത്തക്കേടൊന്നും കാണിക്കരുത്. ഓക്കെ? ലവ് യു സോ മച്ച്. ഞാൻ നാളെ മോർണിംഗ് ദിയയുടെ കൂടെ കാനഡയിലോട്ട് പോവാ. ഇനി ഒരിക്കലും തന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ശരിയെന്നാ, ഗുഡ് ബൈ. കാർത്തി, എന്നെ കുഞ്ഞിന് തനിച്ചാക്കി പോകാൻ കഴിയോ തനിക്ക്? ഞാനെന്ന് പറഞ്ഞതൊക്കെ മനസ്സിലിട്ട് നടക്കുവാണോ താൻ? ഞാൻ പിന്നെ എന്താ ചെയ്യാ? നീ തന്നെ എല്ലാം അഞ്ജു പറഞ്ഞേ. ഇനി എന്നെ തന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന്. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും പറഞ്ഞെന്ന് വെച്ച് എന്നെ വിട്ട് പോവാണോ ചെയ്യാ? അന്ന് തന്നെ ഞാൻ എത്ര വിളിച്ചു, നിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എവിടെ പോയതായിരുന്നു ഇത്ര ദിവസം? ഞാൻ എന്തൊരു പേടിച്ചെന്ന് അറിയോ നിനക്ക്? ഇത്ര ദിവസം നീ എവിടെയായിരുന്നു? അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. ചെറിയച്ഛനെ വിളിച്ചു, ആകാശേട്ടനെ വിളിച്ചു, ആരെയും. ഞാൻ എന്തോരം പേടിച്ചു പോയെന്ന് അറിയോ? പറയേ, നീ എവിടെയായിരുന്നു? ഞാൻ ദിയയുടെ കൂടെ കാനഡയിൽ പോവാൻ പേർപ്പസ് ഒക്കെ റെഡിയാക്കാൻ പോയതായിരുന്നു. ഓ, ദിയയുടെ കൂടെ ആയിരുന്നു അല്ലേ? നിനക്ക് അവള് മതിയല്ലോ. എന്റെ ആവശ്യം എന്താ? എന്തിനും ഏതിനും ദിയ ഉള്ളപ്പോ ഞാൻ എന്തിനാ?
അതുകൊണ്ട് തന്നെയാ ഞാൻ അന്ന് അത്രയും ദേഷ്യപ്പെട്ടെ. അല്ലാതെ നീ കാരണം എന്റെ ജോലി പോയത് കൊണ്ടൊന്നുമല്ല. നിനക്ക് അവളെ മതി. അതുകൊണ്ട് തന്നെയാ ഞാൻ. നീ എന്തൊക്കെയാ അഞ്ജി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതില് ദിയ എങ്ങനെ വന്നു? നിനക്ക് മനസ്സിലാവില്ല. അന്ന് ദിയ പറഞ്ഞിട്ടല്ലേ നീ എന്റെ അടുത്ത് വന്നേ, അല്ലേ? എന്നെ വിളിച്ചോണ്ട് പോവാൻ ദിയ പറഞ്ഞിട്ട് വേണോ ഞാൻ നിന്നോട് ക്ഷമിക്കാൻ? ദിയ പറഞ്ഞിട്ട് വേണോ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ? നീ നമ്മുടെ കോൺട്രാക്ടിന്റെ കാര്യം വരെ അവളോട് പറഞ്ഞില്ലേ? ഞാൻ പറയരുതെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു. അവളുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചാ നിന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്ക അവള്. അത് മാത്രോ നീ അവളോട് പറഞ്ഞില്ലേ? അവളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ എത്ര നന്നായിരുന്നേന്നൊക്കെ. ഇതൊക്കെ കൂടി കേൾക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു, ദേഷ്യം വന്നു. അപ്പോഴാ ഞാൻ നിന്നോട് ഓരോന്ന് പറഞ്ഞ്. എനിക്ക് പോലും അറിയില്ല ഞാൻ എന്താ സമയത്ത് പറഞ്ഞെന്ന്. എന്റെ പ്രഗ്നൻസിയിലെ മൂഡ് സിങ്സും എല്ലാം കൂടി ആയപ്പോ എനിക്ക് കൈ വിട്ട് പോയതാ കാർത്തി. അല്ലാണ്ട് ഞാനൊന്നും അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് നീ ഇല്ലാതെ എങ്ങനെയാ? എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലെന്നും എനിക്ക് അറിഞ്ഞൂടെ. I'm sorry, I'm really sorry. എന്നെ വിട്ട് പോവല്ലേ കാർത്തി. സോറി, ഐ എം റിയലി സോറി. കരയില്ല അഞ്ജു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്കിങ്ങനെയാണ് നിന്നെയും കുഞ്ഞിനെയും വിട്ടിട്ട് പോകാൻ പറ്റുക. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നിന്റെ മുന്നിൽ വരണ്ടെന്ന് കരുതിയിട്ട അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഐ എം റിയലി സോറി. കരയില്ലേ? അച്ചൂടെ ചക്കരെ, അച്ചമ്മയുടെ പൊന്നെ, ഇത് കണ്ണൻ തന്നെ അല്ലേ നന്ദു? ആ അതെ. ഏതായാലും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞല്ലോ, സമാധാനമായി. നിങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോ ആകെ പേടിച്ചു പോയി. പിന്നെ ഇവിടെ എത്തോളം സമാധാനം ഇല്ലായിരുന്നു. അതെ, ഞങ്ങളാണെങ്കിൽ അച്ഛൻ്റെ ഒരു ബന്ധു വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. അതാ ഇവിടെ എത്താൻ 2 ദിവസം പിടിച്ച്. അതൊന്നും സാരമില്ലെന്നേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല അഞ്ജുവിന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിനുണ്ടോ? ആ, സ്റ്റിച്ചിട്ട ഭാഗത്ത് ചെറുതായി വേദന എടുക്കാറുണ്ട്. എന്താ എങ്ങനെ നോക്കുന്നേ? എല്ലാവരും പോയി ഇപ്പോഴാ എനിക്ക് നിന്നെ സ്വസ്ഥമായിട്ടൊന്ന് ഒറ്റക്ക് കിട്ടുന്നേ. അഞ്ജു, ഇതുവരെ കഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരുക. നമുക്കിടയിൽ ഇനി ഒരു പ്രശ്നവുമില്ല. ആ എഗ്രിമെൻ്റ് കീറി കളഞ്ഞേക്കണം, കേട്ടല്ലോ? ഇന്ന് തൊട്ട് നമ്മുടെ ലൈഫിൽ ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രം മതി. ഒരു പുതിയ ജീവിതം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. യു അഗൈൻ? എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നതാണോ? ഒന്ന് പോടി വിടന്ന്. നീ പോടാ. ഞാൻ ഇന്നലെ അഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അല്ലെങ്കിലും ആർക്ക് വേണം നിന്നെ? പിന്നെ ഞാൻ അവളോട് അന്ന് അങ്ങനൊക്കെ പറഞ്ഞത് അവളെ നിന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോ വെറുതെ അവളെ പിരികേറ്റാൻ നോക്കിയതാ. പക്ഷെ അത് ഇത്രത്തോളം ആവുന്ന് ഞാൻ വിചാരിച്ചില്ല. അഞ്ജു, ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് നിന്റെ കണ്ണിനെ വേണ്ടായോ? എനിക്കൊക്കെ ആള് റെഡി ആയിട്ടുണ്ട് മോളെ. എന്നാ ഓക്കെ, ഞാനിന്ന് കാനഡയിലോട്ട് തിരിക്കുക. എന്റെ അടുത്ത വരവിന് കാണാം. അപ്പൊ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ കണ്ണ. പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ, ബൈ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
പപ്പയുടെ പൊന്നല്ലേ, നിന്നെ കൊണ്ടുപോകാനല്ലേ ഗ്രാൻഡ്മയും ഗ്രാൻഡ് പേ വന്നിട്ടുള്ളേ. ഒന്ന് പോടാ. നീ ചിരിക്ക് ചിരിക്ക്, നിന്റെ ചിരി ഞാൻ മാറ്റി തരുന്നുണ്ട്. അത് കൊള്ളാം. ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല, എല്ലാം ചെയ്തത് ഞാനാ. അതാ ഞാൻ ഇനി അനുഭവിക്കുന്നത്. നീ എൻ്റെ തന്നെ ആണോടാ? നീ വന്നതിൽ പിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ നീ അടുപ്പിച്ചിട്ടില്ല. എന്തു കഷ്ടമാടാ ഇത്. ഇന്നൊരു ദിവസത്തേക്കല്ലേ ചോദിച്ചുള്ളൂ. നീ ഒന്ന് ഗ്രാൻഡ് പേയുടെയും ഗ്രാൻഡ് മേയുടെയും കൂടെ പോ. ഓക്കെ, നീ ആർക്കും തരണ്ട, നീ തന്നെ വെച്ചോ. ഞാനും ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും ഒക്കെ മീനൂട്ടിയുടെ വീട്ടിലോട്ട് പോവാ. നീയും നിന്റെ മമ്മയും ഇവിടെ നിന്നോ. അങ്ങനെ എല്ലാവർക്കും പോകാനൊന്നും പറ്റില്ല, ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ആര് പോകണം, ആര് വേണമെന്ന് നീ തീരുമാനിക്കും. എന്നാ വേഗം ചെന്നോ. ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും കാറിൽ നിന്നെ വെയിറ്റ് ചെയ്യുക. വേഗം പൊക്കോ, അല്ലെങ്കിൽ അവർ ഒറ്റക്ക് പോവും. അവനെ പറഞ്ഞേക്കാൻ പെട്ട പാട്, എനിക്ക് വയ്യ. അഞ്ജു, ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. എന്താ? വെയിറ്റ് ആൻഡ് സീ. അതിനു മുന്നേ കോളെടുക്ക്. ഹലോ അഞ്ജു, ഇത് ഞാനാ, സിദ്ധാർത്ഥ്. എന്തുണ്ട്, സുഖമല്ലേ നിനക്ക്? സുഖാണ് സർ. എന്താ സർ പെട്ടെന്ന് വിളിച്ചേ? ആക്ച്വലി ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. എനിക്ക് മനസ്സിലായില്ല. നാളെ തന്നെ അഞ്ജു റെഡ് എഫ് റീജോയിൻ ചെയ്യണം. ഓക്കെ, ഞങ്ങളെല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ അഞ്ജു, ലൈനിലില്ലേ? യെസ് സർ, ഐ കാൺട്ട് ബിലീവ്. എനിക്കറിയാം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ച് പറഞ്ഞ അഞ്ജുന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുന്നു. ട്രസ്റ്റ് മീ, ഞങ്ങളെല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നാളെ എന്തായാലും നിന്നെ ഇവിടെ പ്രതീക്ഷിക്കും. ബൈ. എന്താ നീ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നേ? സിദ്ധാർത്ഥ് സാർ എന്ത് പറഞ്ഞു? നാളെ തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞോ? അപ്പോ ഇതിന്റെ പിന്നിൽ കാർത്തി ആയിരുന്നു അല്ലേ? ഇതായിരുന്നു സർപ്രൈസ്. അതെ, നിന്റെ ജോലി പോയതിന്റെ പിന്നിലും ഞാനാണല്ലോ. അപ്പോ എന്റെ കടമയല്ലേ നിനക്ക് ആ ജോലി എന്നെ തിരിച്ചു തരല്. അത്രയും ഞാൻ ചെയ്തുള്ളൂ.
Red FM 95. Red FM 95. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Hello, good morning all. Welcome back to Red FM. I'm your lovely Archie Anjali with you. I know you are all surprised. ഞാനും അതെ, 3.5 വർഷമായല്ലോ ഞാൻ ഇവിടുന്ന് പോയിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നപ്പോ എല്ലാരും ഷോക്കായിട്ടുണ്ടാവും അല്ലേ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. 3 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ഫെബ്രുവരി 14-നാണ് ഞാൻ ഇവിടുന്ന് പോയി. ദേ വീണ്ടും ഒരു ഫെബ്രുവരി 14-ന് ഞാൻ ഇവിടെ തിരിച്ചു വന്നിരിക്കുക. ഐ എം സോ ഹാപ്പി. ഹേ ഹോൾ, നമുക്കൊരു കോള് വരുന്നുണ്ട്. ഞാൻ റീജോയിൻ ചെയ്തതിനു ശേഷം ആദ്യത്തെ കോളാ. ആരാ നോക്കിയാലോ? ഹലോ, ഗുഡ് മോർണിംഗ്. റെഡ് എഫ്എമ്മിലോട്ട് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ പേരൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കാരണമാണ് ഇയാളുടെ ജോലി പോയത്. കാർത്തി. ഇപ്പോൾ ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് റീജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ കോൾ ഞാൻ തന്നെ ആണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ എടുത്തുചാട്ടത്തിൽ ഓരോന്ന് പറഞ്ഞു പോയതാ. സോ തന്നോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചേ. ഐ എം റിയലി സോറി. തൻ്റെ കരിയറിൽ ഞാൻ കാരണം ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ നിർബന്ധമാണ്. ഐ എം സോ സോറി അഞ്ജലി. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇപ്പൊ തിരികെ ഞാൻ ജോലിയിലും കയറി. നമുക്കതൊക്കെ വിടാം. ഇന്ന് ഫെബ്രുവരി 14 അല്ലേ? ഇയാൾക്ക് വല്ല സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി താൻ തന്നെ നല്ലൊരു സോങ് സെലക്ട് ചെയ്യും. കാരണം ഈ ഫെബ്രുവരി 14 എനിക്ക് അത്ര സ്പെഷ്യലാണ്. ഒരു ഫെബ്രുവരി 14 ഞാൻ അറിയാതാണെങ്കിൽ കൂടി അവളുടെ ജീവിതത്തിലോട്ട് കടന്നത്. സോ താൻ തന്നെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്യും. ഓക്കെ, ബൈ. பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழியில் விழும் தூசி தன்னை நாவால் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ இங்கே இல்லை. நான் இங்கே நீயும் அங்கே, இந்த தனிமையில் நிமிஷங்கள் வருஷமா